ഹായ് ആൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ആൻസർ കന്യാകുമാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ 23ാമത് ഗവർണർ ആരാണ്? കേരളത്തിൻ്റെ 23ാമത് ഗവർണർ ആരാണ്? ആൻസർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? ആൻസർ മനു ഭാക്കർ, ഡി ഗുകേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഇന്ത്യയുടെ 29ാം കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആയി നിയമിതയായത്? ആൻസർ DCA കല്യാണി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി? 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി? ആൻസർ കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം? ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം? ആൻസർ മികവാർന്ന പച്ചത്തുരുത്തുകൾ. മികവാർന്ന പച്ചത്തുരുത്തുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, അഴിമതി തടയുന്നതിനായി ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി മന്ത്രിയെ നിയോഗിച്ച രാജ്യം? ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി മന്ത്രിയെ നിയോഗിച്ച രാജ്യം? ആൻസർ അൽബേനിയ. അൽബേനിയ. ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സാഗർമാത ഫ്രണ്ട്ഷിപ്പ്? ഏതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സാഗർമാത ഫ്രണ്ട്ഷിപ്പ്? ആൻസർ നേപ്പാൾ, ചൈന. 82ാമത് വെനീസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നവാഗത സംവിധായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ സംവിധായിക? ആൻസർ അനുപർണ റോയ്. അനുപർണ റോയ്. ചിത്രം സോങ്സ് ഓഫ് ഫർഗട്ടൺ ട്രീസ്. ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചതിൻ്റെ എത്രാമത് വർഷമാണ് 2025? ആൻസർ 100. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനെന്ന പേരിൽ 20 പരിപാടി അവതരിപ്പിച്ചത് ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഗാസ യുദ്ധം അവസാനിപ്പിക്കാനെന്ന പേരിൽ 20 പരിപാടി അവതരിപ്പിച്ചത് ഏതു രാജ്യത്തെ പ്രസിഡന്റാണ്? ആൻസർ അമേരിക്ക. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 വർഷക്കാലത്തേക്കുള്ള ലോക്കൽ ഇക്കണോമി ആക്സിലറേറ്റർ പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം? ആൻസർ കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്? 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് അഹമ്മദാബാദ്. വിദേശത്തെ കേസന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ? ആൻസർ ഭാരത് പോൾ. ISROയുടെ ഏത് പദ്ധതിയിലാണ് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ചത്? ISROയുടെ ഏത് പദ്ധതിയിലാണ് ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ചത്? ആൻസർ POEM4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതി. POEM4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതി. ഏത് മുൻ രാഷ്ട്രപതിക്കാണ് രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ആൻസർ പ്രണബ് മുഖർജി. കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ പുരുഷ ഭരതനാട്യം അധ്യാപകൻ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ പുരുഷ ഭരതനാട്യം അധ്യാപകൻ ആരാണ്? ആൻസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം? ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം
വിരാട് കോഹ്ലി. 2025 ഡിസംബർ 2 ആചരിക്കുന്ന പ്രധാന ദിനങ്ങൾ. 2025 ഡിസംബർ 2 ആചരിക്കുന്ന പ്രധാന ദിനങ്ങൾ: രാജ്യാന്തര അടിമത്ത നിർമ്മാർജ്ജന ദിനം, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. രാജ്യാന്തര അടിമത്ത നിർമ്മാർജ്ജന ദിനം, ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് കെ-സോട്ടോ. കേരളത്തിൽ മരണാനന്തരമുള്ള അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതിയാണ് കെ-സോട്ടോ. കെ-സോട്ടോയുടെ ഫുൾ ഫോം കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ. താങ്ക് യു.